സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ ഗ്രൂപ്പിൽ നേരത്തെയും ഒരു ചെറിയ പ്രഭാഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അധ്യക്ഷ സഖാവിൻ്റെയും എല്ലാ സഖാക്കളുടെയും അനുവാദത്തോടെ ഞാൻ എൻ്റെ ചെറു പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 27-ാം തീയതി പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതു മുതൽ മനസ്സുകൊണ്ട് നിങ്ങളും ഞങ്ങളും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലും പ്രവർത്തനങ്ങളിലുമാണ്. എല്ലാ സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം 2024 ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വടകര എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിന് ഇനിയും 30 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്ന ഇന്ന് വടകരയുടെ തെരഞ്ഞെടുപ്പ് ചിന്തയെ എൻ്റെ വീക്ഷണത്തിൽ വിലയിരുത്തുകയാണ് ഞാൻ. അനീതിക്കെതിരെ ചുരികത്തലപ്പ് കൊണ്ട് അംഗം തീർത്ത കടത്തനാടൻ ചേകോന്മാരുടെ പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വടകര നവോത്ഥാന കാലഘട്ടത്തിൽ വാഗ്ഭടാനന്ദൻ്റെ കർമ്മഭൂമിയായ പാട്യവും കാരക്കാട് മടങ്ങുന്ന വടകര, കടൽ കയറുന്ന പഞ്ഞമാസങ്ങളിൽ പട്ടിണിയുടെ ദൈന്യതയും നൊമ്പരവും പേറിയ ഒരു ജനതയെ സാമൂഹ്യ സഹകരണത്തിലൂടെയും സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയും ജീവിതത്തിന് പ്രതീക്ഷ നൽകിയ വാഗ്ഭടാനന്ദൻ്റെ ക്രിയാത്മക സ്മാരകമായി ലോകത്തിലെ 2ാമത്തെ തൊഴിലാളി സഹകരണ പ്രസ്ഥാനമായി ഉയർന്നു നിൽക്കുന്ന ഊരാളങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും നിലകൊള്ളുന്ന വടകര 1939 പാറപ്പുറത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെല്ലുകളിലൊന്ന് ഒഞ്ചിയത്തിൻ്റെ വിപ്ലവ സൂര്യൻ മണ്ടോടിക്കണ്ണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത വടകര. വടകര സബ് ജയിലിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ നെഞ്ചിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് അരിവാൾ ചുറ്റിക തീർത്ത ആ സമരേതിഹാസം വടകരയോട് വിട പറയുമ്പോൾ വയസ്സ് 31. കമ്മ്യൂണിസത്തിൻ്റെ വിത്ത് കടത്തനാടിൻ്റെ മണ്ണിൽ മുളപ്പിച്ച മണ്ടോടിക്കണ്ണൻ്റെ മണ്ണാണ് വടകര. 1940കളിൽ ബ്രിട്ടീഷ് മലബാറിൽ കോൺഗ്രസ്സിലെ പുരോഗമനവാദികൾ രൂപം കൊടുത്ത കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിൻ്റെ ഭാഗമായി തുടരുന്ന കാലഘട്ടം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കിരാതവാഴ്ചക്കെതിരെ മർദ്ദന പ്രതിഷേധ ദിനം 1940 സെപ്റ്റംബർ 15 ആചരിക്കാൻ KPCC ആഹ്വാനം ചെയ്തു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇന്നത്തെ പോലെ തന്നെ അന്നും ഈ സമരത്തിന് അനുകൂലമായിരുന്നില്ല. മട്ടന്നൂരും മോറാഴയും തലശ്ശേരിയും മർദ്ദന പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തിന് ബ്രിട്ടീഷ് ഭരണകൂടം നിരോധനം കൽപ്പിച്ചു. എന്നാൽ ആ നിരോധനത്തിൽ അവസാനിക്കുന്നതായിരുന്നില്ല കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടവീര്യം. തലശ്ശേരി കടപ്പുറത്ത് 2000-ലധികം ആളുകൾ നിരോധനം ലംഘിച്ചു. പോലീസ് ലാത്തി വീശി തുടർന്ന് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. സഖാക്കൾ അബുമാഷും ബീഡിത്തൊഴിലാളിയായിരുന്ന ചാത്തുക്കുട്ടിയും രക്തസാക്ഷികളായി.
ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലെ കേരളത്തിലെ ആദ്യ രക്തസാക്ഷികൾ. അബുമാഷും 21 വയസ്സും ചാത്തുക്കുട്ടി 18 വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് സഖാക്കളായിരുന്നു, രണ്ട് രക്തസാക്ഷികൾ. അവർ വെടിയേറ്റ് വീണ തലശ്ശേരി കടപ്പുറം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ബ്രിട്ടീഷ് ഭരണം ഞെരിച്ചു കളഞ്ഞ പാവപ്പെട്ട കൃഷിക്കാരൻ അന്നത്തിനും കൂലിക്കും വേണ്ടിയുള്ള സമരങ്ങൾ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കാലഘട്ടം. കയ്യൂരും കരിവള്ളൂരും കാവുമ്പായും ഉയർത്തിവിട്ട കർഷക സമരങ്ങളുടെ ആവേശജ്വാലയായി മലബാറിൽ വ്യാപിച്ചു. പുനംകൃഷിക്ക് വേണ്ടിയുള്ള ഭൂമി വിട്ടുകൊടുക്കാനുള്ള കൃഷിക്കാരൻ്റെ ആവശ്യം സംഘസമരജ്വാലയായി പരിണമിച്ച കൂത്താളിയും വടകരയും ഉൾക്കൊള്ളുന്ന പേരാമ്പ്ര മണ്ഡലത്തിലാണ്. മലബാറിലെ കർഷക സമരങ്ങൾ ഏറ്റവും കൂടുതൽ രണധീരന്മാർ രക്തസാക്ഷികളായ ഒഞ്ചിയം സമരഭൂമിയും വടകരയിലാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ വടകരയിലെ ശക്തമായ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘവും, തുടർന്ന് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുടെ പ്രവർത്തനത്തിലൂടെ പുരോഗമന ആശയങ്ങളാൽ ഉഴുതുമറിക്കപ്പെട്ട മണ്ണാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം ഉൾക്കൊള്ളുന്നത്. മണ്ടോടി കണ്ണനും MK കേളുവട്ടനും CH കണാരനും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പുരോഗമന ആശയങ്ങളെ നട്ടുവളർത്തിയ മണ്ണ് വടകര. ഒരു വ്യക്തിയെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. സഖാവ് മൊയാരത്ത് ശങ്കരൻ, KPCC സെക്രട്ടറി ആയിരുന്ന കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റ്, മലബാറിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പാർട്ടികളുടെ അതുല്യനായ സംഘാടകൻ. ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ വീണുകിട്ടിയ ഒരു കാരണത്താൽ തട്ടകം മാറിയ K മുരളീധരന് പകരം കോൺഗ്രസ് എഴുന്നള്ളിച്ച പുതിയ സ്ഥാനാർത്ഥി അദ്ദേഹം ആദ്യം തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന വിലയില്ലാത്ത പഴയ കാർഡ് ഇറക്കി പ്രചരണം ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടത്. ആ സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് ഖദർമുണ്ടും ഷർട്ടും ധരിച്ച മുഴപ്പിലങ്ങാട് വഴി നടന്നു പോകുന്ന ധീരനായ മൊയാരത്തിനെ, KPCCയുടെ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്ന മൊയാരത്തിനെ നടുറോഡിൽ വെച്ച് മൃഗീയമായി തല്ലിക്കൊന്ന ചരിത്രം കോൺഗ്രസിനാണ്. സഖാവ് മൊയാരത്തിൻ്റെ ജന്മഭൂമിയും കർമ്മഭൂമിയുമാണ് വടകര. ബ്രിട്ടീഷ് ഭരണവും കോൺഗ്രസ് ഭരണവും മാത്രമല്ല പുരോഗമന പ്രസ്ഥാനക്കാരെ വേട്ടയാടിയത്. തലശ്ശേരി ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ നൂറുകണക്കിന് ആളുകൾ ഉപജീവനം നടത്തി വന്നത് വീട് തെറുപ്പിലൂടെയാണ്. അക്കാലത്തെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകളിലൊന്നായിരുന്നു മാംഗ്ലൂർ ഗണേഷ് ബീഡി. കണ്ണൂരിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനം മെച്ചപ്പെട്ട വേതനത്തിനും ആനുകൂല്യങ്ങൾക്കുമായി സമരം സംഘടിപ്പിച്ചു. മംഗലാപുരത്തു നിന്നും RSS ഗുണ്ടകളെ ഇറക്കി ഗണേഷ് ബീഡി മുതലാളി സമരത്തെ നേരിടാനൊരുങ്ങി. പ്രാദേശികമായി ചിലരെയും ചെല്ലും ചെലവും കൊടുത്ത് സമരക്കാരെ നേരിടാനുള്ള ഗുണ്ടാസംഘത്തിൽ ചേർത്തു. ഒടുവിൽ കമ്പനി തന്നെ അവസാനിപ്പിച്ച് നാടുവിട്ടതാണ് ഗണേഷ് ബീഡിയുടെ ചരിത്രം. തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ സംഘപരിവാരത്തിന് വിത്തുപാകിയ പശ്ചാത്തലങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. 1925 രൂപീകരിക്കപ്പെട്ട RSS ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മതവിദ്വേഷവും കലാപവും വളർത്താൻ ശ്രമിച്ച പരീക്ഷണശാലകളിലൊന്നായിരുന്നു തലശ്ശേരി. 1971 ഡിസംബർ 28 തലശ്ശേരി പട്ടണത്തിൽ നാരങ്ങാപ്പുറത്തുള്ള മേലോട്ട് മടപ്പുരയിലേക്കുള്ള കലശഘോഷയാത്രയ്ക്ക് നേരെ മാപ്പിളമാർ അഥവാ മുസ്ലിങ്ങൾ ചെരിപ്പറിഞ്ഞു എന്ന് പ്രചരിപ്പിച്ച് കലശഘോഷയാത്രയിൽ പ്രധാന പങ്കാളികളായിരുന്ന RSSൻ്റെ പ്രചാരകർ കലാപം അഴിച്ചുവിട്ടു. RSSന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് കലാപകാരികളും ഗുണ്ടകളും കേന്ദ്രീകരിച്ച് തലശ്ശേരി പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരാധനാലയങ്ങൾ തകർത്തു. തലശ്ശേരി പട്ടണത്തിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടകൾ കൊള്ളയടിച്ചു. അത്തരം കൊള്ളയിലൂടെ
പണക്കാരായി പിന്നീട് ബസ് മുതലാളിമാരും കെട്ടിട ഉടമകളുമായ ചിലരെക്കുറിച്ച് തലശ്ശേരിക്കാർ സംസാരിക്കുന്നത് ചില സംഭവങ്ങളിലും കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മയാണ്. ഡിസംബർ 28 രാത്രി ആരംഭിച്ച കലാപം തലശ്ശേരിയിൽ നിന്ന് ധർമ്മടം, ചൊക്കളി, കൂത്തുപറമ്പ്, പാനൂർ എന്നിവിടങ്ങളിലേക്കും പടർന്നു. തലശ്ശേരി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSൻ്റെ നേതൃത്വത്തിലുള്ള കലാപം അമർച്ച ചെയ്യാൻ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു. തലശ്ശേരി താലൂക്കിൻ്റെ ഗ്രാമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ആ ആഹ്വാനം ഏറ്റെടുത്തു. ഞങ്ങളുടെ നാടിൻ്റെ മതസൗഹാർദ്ദം തകർക്കാൻ വർഗീയവാദികളെ അനുവദിക്കില്ലെന്ന് ഗ്രാമങ്ങൾ പ്രതിജ്ഞയെടുത്തു. ആരാധനാലയങ്ങളും വീടുകളും തകർക്കാൻ വരുന്ന വർഗീയവാദികളുടെ മുന്നിൽ ചുവന്ന പ്രതിരോധ മതിലുകൾ ഉയർന്നു വന്നു. അതിൽ വൃദ്ധരും കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. കൂത്തുപറമ്പിലെ മെരുവമ്പായി പള്ളി, ആ പള്ളി ആക്രമിക്കാൻ വേണ്ടി ആയുധധാരികളായ RSSകാർ എത്തി. മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് UK കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ നാടിൻ്റെ മതേതരത്വത്തെ കാത്തുരക്ഷിക്കാൻ ഒത്തുകൂടി. അവർ വർഗീയവാദികളോട് പറഞ്ഞു, ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയല്ലാതെ ഈ പള്ളിയുടെ മൂലക്കല്ല് തൊടാൻ നിങ്ങളെ അനുവദിക്കില്ല. അത് ചുവപ്പിൻ്റെ നിശ്ചയദാർഢ്യം നിറഞ്ഞ ശബ്ദമായിരുന്നു. വർഗീയവാദികൾ തിരിച്ചുപോയി. എന്നും ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്ന ഈ വർഗീയവാദികൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സഖാവ് UK കുഞ്ഞിരാമനെ നിഷ്ഠൂരമായി വകവരുത്തി. തലശ്ശേരി കലാപത്തിലെ രക്തസാക്ഷി സഖാവ് UK. അയാൾ പിടിച്ച കൊടി ചുവപ്പായിരുന്നു. ആ കലാപത്തിൽ ജീവൻ ഒടുക്കേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. മുസൽമാൻ്റെ ആരാധനാലയത്തിന് കാവൽ നിന്നതിന് ഹിന്ദു വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ സഖാവിൻ്റെ പേര് കുഞ്ഞിരാമൻ. ഒരു മുസ്ലിം ലീഗുകാരനും ആരാധനാലയം സംരക്ഷിക്കാനുണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ വിശ്വാസത്തിനെതിരാണ്, നിരീശ്വരവാദികളാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ നാഴികക്ക് 40 വട്ടം പ്രഘോഷണം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നത് തലശ്ശേരിയുടെ അനുഭവം. കലാപഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി എല്ലാ ഗ്രാമങ്ങളിലും തലശ്ശേരി പട്ടണത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനങ്ങളുമായി സജീവമായി. ആ സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ അന്നും ഇന്നും തലശ്ശേരി ഓർമ്മിക്കുന്നു. ആ ചെറുപ്പക്കാരനായ കമ്മ്യൂണിസ്റ്റാണ്, RSSൻ്റെ കണ്ണിലെ കരടായ ആ ചെറുപ്പക്കാരനാണ് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് സഖാവ് പിണറായി ഇന്നും RSSൻ്റെ ശത്രു പട്ടികയിൽ 1-ാം സ്ഥാനക്കാരനാവുന്നത്. ലോകത്തിലെ ഫാസിസ്റ്റ് സംഘത്തിൻ്റെ തലവനായിരുന്ന ബെന്നറ്റ് മുസോളിനിയുടെ ഉപദേശം സംഘാടന രംഗത്ത് സ്വീകരിച്ച RSS ഇന്ത്യയിലെ ഹിന്ദു ഫാസിസ്റ്റുകളുടെ ആദ്യത്തെ പരീക്ഷണശാലകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് തലശ്ശേരിയായിരുന്നു. ആ പരീക്ഷണം തകർക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ സ്വാധീനമാണെന്ന് സംഘപരിവാരത്തിൻ്റെ സ്വാധീനമാണ് തെളിയിക്കുന്നത്. സംഘപരിവാരത്തിൻ്റെ കലാപങ്ങളിൽ പാഴായിപ്പോയ പരീക്ഷണത്തിൻ്റെ ഭൂമികയായി ചരിത്രം തലശ്ശേരിയെ രേഖപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെ. ഇന്നത്തെ രാഷ്ട്രീയ പരിസരത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പ്രതിരോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായി തലശ്ശേരി ഇന്നും മതസൗഹാർദ്ദത്തോടെ നിലനിൽക്കുന്നു. നിങ്ങൾ എവിടെയും ഇല്ലല്ലോ എന്ന് തകർച്ചയിലും അഹങ്കാരത്തോടെ പറയുന്ന കോൺഗ്രസിനും വർഗീയവാദികൾക്കും ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനുള്ളത് വടകര പാർലമെൻറ്റ് മണ്ഡലം ഉൾക്കൊള്ളുന്ന തലശ്ശേരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകുന്ന ഓരോ ഇടതുപക്ഷ പ്രാതിനിധ്യവും ഇന്ത്യയുടെ മതനിരപേക്ഷത ഉറപ്പുവരുത്താനുള്ള രക്ഷാകവചമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. കലാപത്തിന് ശേഷം തകർന്ന ആരാധനാലയങ്ങളും കൊള്ളയടിക്കപ്പെട്ട തലശ്ശേരി മട്ടാമ്പ്രം മാർക്കറ്റും സന്ദർശിക്കാൻ മുൻ മുഖ്യമന്ത്രി, ലോകം ആദരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ പ്രമുഖനായ സഖാവ് EMS തലശ്ശേരിയിലെത്തി. തലശ്ശേരി പട്ടണത്തിലെ മട്ടാമ്പ്രത്തെ പള്ളി സന്ദർശിക്കാൻ EMS എത്തി. ആ പള്ളി ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. പള്ളിയുടെ ചവിട്ടുപടിയിൽ
ചെരിപ്പഴിച്ചു വെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന EMSനോട് ആ പള്ളിയിലെ പുരോഹിതൻ പറഞ്ഞു, അങ്ങ് ചെരിപ്പഴിക്കേണ്ട. ഈ പുണ്യമായ പ്രാർത്ഥനാലയം അക്രമികൾ അശുദ്ധമാക്കിയിരിക്കുന്നു, എല്ലാം തകർത്തിരിക്കുന്നു. ഞങ്ങളെ സാന്ത്വനിപ്പിക്കാൻ വന്ന അങ്ങേക്ക് ചെരിപ്പഴിക്കാതെ തന്നെ, ഞങ്ങളെ സംരക്ഷിക്കാൻ വന്ന അങ്ങേക്ക് ചെരിപ്പഴിക്കാതെ തന്നെ ഇതിനുള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞ് സഖാവ് EMSൻ്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയ പുരോഹിതൻ്റെ ചിത്രവും തലശ്ശേരിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ചരിത്രം വെറും അരനൂറ്റാണ്ട് മുമ്പ് മാത്രമുള്ള ചരിത്രമാണ്. ഒരു ചരിത്രരേഖയുടെ പ്രസക്തമായ ഒരു ഭാഗം കൂടി വിശദീകരിക്കട്ടെ. തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് വിധേയത്തിലിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിലെ ആദ്യ ഭാഗങ്ങളിലെ പരാമർശങ്ങളിലൊന്നാണ് താഴെ ഞാൻ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു: തലശ്ശേരിയിലെ ഹിന്ദുക്കളിൽ മുസ്ലിം വിരുദ്ധ വികാരം വളർത്തിയതിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നതിലും RSS സജീവ പങ്കാളിത്തമാണ് വഹിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് എന്നത് ജസ്റ്റിസ് ജോസഫ് വിധേയത്തിലിന് യാതൊരു സംശയവുമില്ല. സമാനമായ കാര്യം തന്നെയാണ് ജനസംഘത്തിൻ്റെ കാര്യത്തിലുമുള്ളത്. ജനസംഘത്തിനും RSSനും തമ്മിൽ ഔദ്യോഗികമായി ബന്ധമില്ലായിരിക്കാമെങ്കിലും ജനസംഘത്തിൻ്റെ സൈനിക വിഭാഗമായിട്ടാണ് RSSനെ കണക്കാക്കി വരുന്നത്. ജനസംഘമാകട്ടെ RSSൻ്റെ രാഷ്ട്രീയ വിഭാഗവും. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദ്ധരണിയല്ല. ജസ്റ്റിസ് വിധേയത്തിൽ 1973 മാർച്ച് 15 തൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി ചേർത്ത വരികളാണ്. ആ ജനസംഘത്തിൻ്റെ രാഷ്ട്രീയ രൂപാന്തരമാണ് BJP എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന RSSൻ്റെ ഹൈന്ദവ ഫാസിസ്റ്റ് പരീക്ഷണം ആദ്യം നടപ്പിലാക്കിയ കേരളം അതിന് പാകപ്പെട്ട മണ്ണല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ 71 ആ കലാപത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പൂർണ്ണമായും മാറിയിരുന്നില്ല. സംഘപരിവാറിൻ്റെ ആയുധ രാഷ്ട്രീയം പാനൂർ, കൂത്തുപറമ്പ് മേഖലകളിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചു. ഏറ്റവും അവസാനമായി 2022 ഫെബ്രുവരി 20 മത്സ്യത്തൊഴിലാളിയായിരുന്ന പുന്നൂരിലെ ഹരിദാസനെ വീട്ടുകാരുടെ മുന്നിൽ ഇരുട്ടിൻ്റെ മറവിൽ RSSകാർ കൊല ചെയ്തു. RSS ഉയർത്തിയ കിരാതമായ ഈ ആക്രമണ രാഷ്ട്രീയത്തിന് പുരോഗമന ആശയത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ കയറി അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിലിട്ട് ക്രൂരമായി കൊല ചെയ്ത എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന സഖാവ് KV സുധീഷിൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാരത്തിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിരോധം കൊണ്ടും ജനകീയ അംഗീകാരത്തിൻ്റെ ശക്തി കൊണ്ടും നേരിട്ടുകൊണ്ടാണ് ഇടതുപക്ഷവും അതിൻ്റെ നേതൃത്വമായ CPIM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംഘപരിവാരത്തിൻ്റെ കഠാരക്കും കൈമുഴുവനും തകർക്കാൻ കഴിയാത്ത ധീരതയുടെ പര്യായമായി ഇന്നും സാമൂഹ്യ സേവനത്തിൻ്റെ പന്ഥാവിൽ ശിരസ്സുയർത്തി നടന്നു പോകുന്ന സഖാവ് P ജയരാജേട്ടൻ്റെ തളരാത്ത പോരാട്ട വീര്യം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന സംഘപരിവാരത്തിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിരോധം കൊണ്ടും ജനകീയ അംഗീകാരത്തിൻ്റെ ശക്തി കൊണ്ടും നേരിട്ടുകൊണ്ടാണ് ഇടതുപക്ഷവും അതിൻ്റെ നേതൃത്വമായ CPIM മുന്നോട്ട് പോകുന്നത്. സംഘപരിവാരം നടപ്പിലാക്കിയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ജനസ്വാധീനത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് തലശ്ശേരിയുടെ അനുഭവം വെച്ച് നമുക്ക് ആശ്വാസവും ആവേശവും നൽകുന്ന അനുഭവമാണ്. അല്പം ദൈർഘ്യമുള്ളതെങ്കിലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയുടെ പിന്നിട്ട നാൾവഴികളെ പരിശോധിക്കാതെ വർത്തമാനകാല വടകരയുടെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ കഴിയില്ലെന്നാണ് എൻ്റെ ബോധ്യം. അനീതിക്കും അധാർമികതയ്ക്കുമെതിരെ ഓരോ കാലഘട്ടത്തിലും നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും പശ്ചാത്തലം തീർത്ത രാഷ്ട്രീയ ഭൂമിയെയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം ഉൾക്കൊള്ളുന്നത്.
നിലവിൽ തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം. ഇതിൽ വടകര മണ്ഡലം ഒഴികെ 6 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLA-മാരാണ് പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം കൂടി വടകരയ്ക്ക് പറയാനുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ LK അഡ്വാനി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചു. ഈ രഥയാത്ര അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ ഒരു കലാപഭൂമിയായി മാറുമെന്നതിനാൽ ഈ രഥയാത്രയെ നിശ്ചയദാർഢ്യത്തോടെ തടഞ്ഞു VP സിംഗിൻ്റെ ഗവൺമെൻറ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ VP സിംഗ് ഗവൺമെൻറ് പിന്തുണ പിൻവലിച്ചതിലൂടെ സംഘപരിവാരത്തിൻ്റെ ഹിന്ദു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് കളമൊരുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. തുടർന്ന് 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും BJPയും കൂടിച്ചേർന്ന കേരള രാഷ്ട്രീയത്തിലെ കുപ്രസിദ്ധമായ കോലീബി സഖ്യം വടകരയിലും ബേപ്പൂരിലും നിലവിൽ വന്നു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രതിനിധിയായ ഡോക്ടർ മാധവൻകുട്ടി ബേപ്പൂർ അസംബ്ലിയിലും കോൺഗ്രസ്സുകാരനായ M രത്നസിംഗ് വടകര പാർലമെൻറ്റിലും സ്ഥാനാർത്ഥികളായി നമുക്ക് ഓർമ്മയുണ്ടാകും. ഇരു കൂട്ടർക്കും ഈ മുന്നണികൾ സ്വതന്ത്ര പരിവേഷവും നൽകി അവതരിപ്പിച്ചു. ഈ കൂട്ടുമുന്നണിയെ വടകരയുടെ മണ്ണിൽ നേരിട്ടത് VP സിംഗ് മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധി KP ഉണ്ണികൃഷ്ണനായിരുന്നു. ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള കോലീബി എന്ന രാഷ്ട്രീയ ബീജത്തെ പരീക്ഷണാവസ്ഥയിൽ തന്നെ തകർത്ത് കളഞ്ഞതാണ് വടകരയുടെ രാഷ്ട്രീയ പാരമ്പര്യം. പരസ്യമായ ഒരു ബന്ധത്തിന് കേരള ജനത തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയ UDFും കോൺഗ്രസും ഇന്നും ഓരോ തെരഞ്ഞെടുപ്പിലും ജാരബന്ധങ്ങൾക്ക് ശ്രമം നടത്തുന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ UDF തന്നെ BJPയുമായി ഇല്ലാത്ത അന്തർധാര ഉണ്ടെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും നാം കാണുന്നുണ്ട്. ഇല്ലാത്ത അന്തർധാര CPMന് BJPയുമായി ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെയും അവസാനിക്കുന്നില്ല. KP ഉണ്ണികൃഷ്ണൻ അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി 49.97% വോട്ടുകളോടുകൂടി കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ അതേ KP ഉണ്ണികൃഷ്ണൻ 96 തെരഞ്ഞെടുപ്പിൽ പഴയ ലാവണമായ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയായി. എന്നാൽ ഉണ്ണികൃഷ്ണന് എതിരായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ O ഭരതന് 51.17% വോട്ടോടെ 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി രാഷ്ട്രീയ അധാർമികതയ്ക്ക് മറുപടി നൽകിയ മണ്ഡലവും വടകര തന്നെ. ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനം ഉണ്ടായ 1977 ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 7ലും വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മണ്ഡലമായ വടകര നഷ്ടമായത്. 2014 തെരഞ്ഞെടുപ്പിൽ 0.03%, അതായത് 3000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ഷംസീർ പരാജയപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ രാഹുൽ ഗാന്ധിയും ഇവിടെ രംഗപ്രവേശവും കോൺഗ്രസ്സാണ് BJPക്ക് ബദലാവുക എന്ന തെറ്റായ ധാരണയും BJPക്കെതിരായ ന്യൂനപക്ഷ വോട്ടുകളടക്കം UDFന് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ 5 വർഷം പിന്നിടുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം 2019 നിന്ന് തികച്ചും ഭിന്നമാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് നയങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തിയിട്ടുള്ളതാണ്. BJP മറ്റ് രാഷ്ട്രീയ കക്ഷികളെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് നമുക്കറിയാം. അത് ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകൾ കൈമുതലായിട്ടുള്ള RSSനാൽ നയിക്കപ്പെടുന്ന പാർട്ടിയാണ്. RSS ആവട്ടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയാണ്. നമുക്ക് വീര സവർക്കറിൻ്റെ മാപ്പെഴുതിയ ചരിത്രവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങളും അറിയാവുന്നതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ
സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വച്ച മതനിരപേക്ഷതയും ഫെഡറലിസവും സാമൂഹ്യനീതിയും സമത്വവും തുടങ്ങിയ ഒരു കാഴ്ചപ്പാടുകളും അംഗീകരിക്കുന്നതിന് ബി ജെ പിക്ക് ആർ എസ് എസിന് കഴിയുന്നില്ല. രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തന്നെ തകർക്കുന്ന നിലപാട് ആർ എസ് എസും ബി ജെ പിയും സ്വീകരിക്കുകയാണ്. പാർലമെൻറ്റിനകത്ത് ഭരണകക്ഷിയുടെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വേദിയാണ് പാർലമെൻറ്റെന്ന് ഇന്ത്യൻ പാർലമെൻറ്റെന്ന് ഉദ്ഘോഷിക്കുമ്പോഴും കഴിഞ്ഞ പാർലമെൻറ്റ് സീസണിൽ 140 അംഗങ്ങളെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയാണ് ബി ജെ പി പിന്തുടർന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന സമീപനവും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. രാജ്യത്തിൻ്റെ ഗുണപരമായ പാരമ്പര്യങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി തകർക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളെന്ന് നാം കാണേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്തുന്നതിനല്ല, മതങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പിയും സംഘപരിവാരും പരിശ്രമിക്കുന്നത്. അതിനുതകുന്ന പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് അവർ പരിശ്രമിക്കുന്നത് എന്നത് കഴിഞ്ഞ 10 വർഷത്തെ ബി ജെ പിയുടെ നയങ്ങളും പദ്ധതികളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയം, ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം, അതാണ് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ കലാപം, ഷഹീദാബാദിൽ ഒരു സമുദായത്തിലെ ജനങ്ങളുടെ കെട്ടിടങ്ങളും സ്വത്തുക്കളും നശിപ്പിക്കുക, ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം നടത്തുക, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നിരോധിക്കുക, പിന്നോക്ക വിഭാഗത്തിലെ ജനങ്ങളെ ആക്രമിക്കുന്നതിനും കൊലപ്പെടുത്തുന്നതിനും സംഘപരിവാര ശക്തികൾക്ക് വേദിയൊരുക്കുക, അങ്ങനെ ആക്രമിച്ച ഗുണ്ടകൾക്ക് ജയിലിൽ നിന്നിറങ്ങിയാൽ സ്വീകരണം നൽകാനും അവരെ സമൂഹത്തിൽ ഉന്നത പദവി നൽകി ആദരിക്കാനും ശ്രമിക്കുക, മതവും കോർപ്പറേറ്റ് മൂലധനവും ഭരണകൂടവും ഒന്നിച്ചു ചേർന്ന ആർ എസ് എസിൻ്റെ നയിക്കപ്പെടുന്ന ഹിന്ദു ഫാസിസത്തിൻ്റെ ഭീകര രൂപം ആർജിക്കുന്നതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ സാമ്പത്തിക നയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ അവ ആവശ്യമില്ലെന്നും തുറന്ന കമ്പോളമാണ് ഇന്ത്യക്ക് വേണ്ടതെന്നും കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച സംഘപരിവാറിന് കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖല നൽകുന്നതിനോ എല്ലാ മേഖലയും അവർക്കായി തുറന്നു കൊടുക്കുന്നതിനോ ഇന്ത്യ ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വത്തുക്കൾ യാതൊരു പ്രയാസവും കൂടാതെ വിൽക്കാനും കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നമുക്കറിയാം BSNL ഇപ്പോൾ സാധാരണയിൽ വീട്ടിലുള്ള BSNL ലൈനുകളെല്ലാം ഓരോരുത്തരായി ഒഴിവാക്കുകയാണ്. BSNLൻ്റെ മൊബൈൽ കാർഡിനേക്കാൾ പ്രിയം എല്ലാവർക്കും, ഞാനുൾപ്പെടെ എല്ലാവർക്കും പ്രിയം മറ്റ് സ്വകാര്യ കമ്പനികളുടെ സിമ്മുകളാണ്. കാരണം അവ 5Gയുടെ സേവനം പ്രദാനം ചെയ്യുമ്പോൾ 3G വരെ കൃത്യമായി നൽകാൻ BSNLന് കഴിയുന്നില്ല. ലാൻഡ് ഫോണുകൾ തകരാറായാൽ അവ നന്നാക്കി കൊടുക്കാനോ സേവനം നൽകാനോ കഴിയാതെ ഒരു വലിയ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനത്തെ നശിപ്പിച്ച ചരിത്രമാണ് BJP ഗവൺമെൻറ്റിന് പറയാനുള്ളത്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം, ആ പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാൻ പടിപടിയായുള്ള പ്രവർത്തനങ്ങളാണ് മോദി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഭാവിയിൽ ചെറിയ പാസഞ്ചർ ട്രെയിനുകളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം തന്നെ സ്വകാര്യ മുതലാളിമാരുടെ പേരിൽ, സ്വകാര്യ മുതലാളിമാരുടെ നടത്തിപ്പിൽ ജനങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗജന്യങ്ങളും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സ്വകാര്യവൽക്കരണം ദ്രുതഗതിയിൽ ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം റിക്രൂട്ട്മെൻറ്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ BJP ഇപ്പോൾ സൈന്യത്തിലടക്കം
റിക്രൂട്ട്മെൻറ്റ് താൽക്കാലികമായി നടക്കുകയാണ്. ഇന്ത്യയിലെ സർക്കാർ മേഖലയിലുള്ള പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അതിർത്തി കാക്കുന്ന പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ 5 വർഷത്തേക്ക് കരാറിൽ ആളുകളെ എടുക്കുകയും അതനുസരിച്ച് അവർ സേവനം നൽകി തിരിച്ചു പോകണം എന്ന് പറയുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ എല്ലാം കൗമാരകാലത്ത് എൻ്റെ അയൽവാസികളായ പലരും മിലിട്ടറിയിൽ ജോലി കിട്ടി. അപ്പോൾ ഉടനെ തന്നെ മിലിട്ടറിയിൽ ജോലി കിട്ടിയാൽ നമ്മളെ അയൽവാസികളൊക്കെ പറയും, ഓന് മരിക്കുന്നവരെ ചോറാന്ന് പറയും. അതാണ് ഇന്ത്യയുടെ സൈനിക മേഖലയിൽ റിക്രൂട്ട്മെൻറ്റിൽ ഒരു പൗരൻ്റെ, സൈന്യത്തിന് സേവനം നൽകുന്ന പൗരൻ്റെ കുടുംബത്തിന് അയാളുടെ മരണം വരെ സംരക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് 5 വർഷം സൈന്യത്തിൽ താൽക്കാലികമായി ചേരുന്ന ആളുകൾ 5 വർഷം കഴിഞ്ഞാൽ യാതൊരു ആനുകൂല്യമോ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പിരിഞ്ഞു പോകണം എന്ന അവസ്ഥയിലേക്ക് എല്ലാ പൊതുമേഖലയിലെയും നിയമനങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും എല്ലാം ഇന്ത്യൻ കോർപ്പറേറ്റായ ടാറ്റയ്ക്ക് നിസ്സാര പൈസക്ക് വിറ്റഴിച്ചു. കോർപ്പറേറ്റുകൾക്ക് വ്യവസായം നടത്തുന്നതിനായി സ്വന്തം മൂലധനത്തിന് പകരം ദേശസാൽകൃത ബാങ്കുകൾ ധനസഹായം നൽകുന്നു. ഇത് ഉപയോഗിച്ച് കോർപ്പറേറ്റുകൾ തടിച്ചു കൊഴുക്കുകയാണ്. ഇനി ഇങ്ങനെ തടിച്ചു കൊഴുക്കുന്ന കോർപ്പറേറ്റ് കള്ളക്കണക്കുണ്ടാക്കി അവർ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിലോ അത് കിട്ടാക്കടമായി എഴുതിത്തള്ളുന്നു. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 21 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സബ്സിഡി ഇല്ലാതാക്കി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിൻ്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ സാഹചര്യം ഒഴിവാക്കും, ആ നിയമം തള്ളിക്കളയും, എടുത്തുകളയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 70 രൂപയുണ്ടായിരുന്ന പെട്രോളിന് 100 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപക്ക് പെട്രോൾ നൽകും എന്ന് പറഞ്ഞത് കൃത്യമായി പാലിക്കുന്ന അവസ്ഥ BJP ഉണ്ടാക്കി. പക്ഷേ 50 രൂപക്ക് 1 ലിറ്ററിന് പകരം അര ലിറ്റർ പെട്രോൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന വസ്തുതയും നമ്മുടെ മുമ്പിൽ പല്ലിളിച്ച് കാണിക്കുന്നതായി കാണാം. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും സബ്സിഡി ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ എണ്ണ കമ്പനികൾക്ക് വില നിശ്ചയിച്ചു കൊടുക്കാനുള്ള നിയമവും കൊണ്ടുവന്നു. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം അത് സമ്പദ് വ്യവസ്ഥയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇടപെടുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസം തുടങ്ങിയ സേവന മേഖലകളിൽ, അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണ മേഖലയായിട്ടുള്ള മാധ്യമ മേഖലയിൽ എല്ലാം തന്നെ അവരുടെ ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നാണ് ലോകത്തിൻ്റെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത്. അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് BJP ഗവൺമെൻറ്റും മോഡി ഗവൺമെൻറ്റും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സൗജന്യങ്ങളും എടുത്തു കളയണമെന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമുള്ള നീക്കിയിരിപ്പ് കുറയ്ക്കുന്നു. കാർഷിക സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നു. തൊഴിലാളികൾ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ കഴിയാവുന്ന രീതിയിൽ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു. സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള തുകകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇതെല്ലാം തന്നെയാണ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് സ്വീകരിക്കുന്ന രീതികളെന്ന് നമുക്ക് കാണാൻ കഴിയും. തങ്ങളുടെ ഇംഗിതത്തിനായി രാജ്യത്തിൻ്റെ കലയും സംസ്കാരവും വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും ഉൾപ്പെടെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ രൂപവും മോഡി ഗവൺമെൻറ് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലിന് പകരം നമ്മൾ കേരളത്തിൽ കണ്ടെയ്ൻമെൻറ്റ് നടത്തി, അതുപോലെ തന്നെ ഓരോ മേഖലയിലും നമ്മൾ ക്വാറന്റൈൻ ഉണ്ടാക്കി, അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾ കുറച്ചു.
ലോക്ക്ഡൗണുകൾ ഉണ്ടാക്കി. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കൊറോണയെ സമീപിച്ചു. അങ്ങനെ സമീപിക്കുമ്പോഴാണ് പഴയ കാലത്തേക്ക് നൂറ്റാണ്ടുകളുടെ പിന്നോക്കം കെട്ടുകഥകളിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മിത്തുകളിലോ മാത്രം വായിച്ചിട്ടുള്ള രീതിയിലുള്ള സങ്കല്പങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു മതത്തിലധിഷ്ഠിതമായ ചിന്തയോടുകൂടി അതിൻ്റെ പരിവാരങ്ങളും രംഗത്ത് വരുന്നത്. കൊറോണയെ അകറ്റാൻ വേണ്ടി ഭാരതീയരെ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിട്ട പാത്രം കൊട്ടി കൊറോണയെ പായിക്കുക എന്ന ഏറ്റവും പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും തെറ്റായ ധാരണയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ചിന്തയെപ്പോലും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് വെറുതെയല്ല, മറിച്ച് മതത്തിലധിഷ്ഠിതമായ, മിത്തുകളിലധിഷ്ഠിതമായ, കെട്ടുകഥകളിലധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് കാണാം. ഇത് മാത്രമല്ല, ലോകവും ഇന്ത്യയും ആർജിച്ചെടുത്ത ഏറ്റവും പുതിയ വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനത്തിൻ്റെ ഭാഗമായാണ് ഗുഹാമനുഷ്യനായിരുന്ന മനുഷ്യൻ ചന്ദ്രനിലേക്കും ബഹിരാകാശത്തിലേക്കും എത്തുന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ശാസ്ത്ര ചിന്തകളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയത്. അത്തരത്തിലുള്ള എല്ലാ നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും ഗവേഷണങ്ങളെയും കണ്ടെത്തലുകളെയും നിരാകരിക്കുന്ന രീതിയിൽ അമീബയിൽ ആരംഭിച്ച് പരിണാമശ്രേണിയിലെ ഏറ്റവും ഉയർന്ന മനുഷ്യനിലേക്ക് എത്തിയ പരിണാമ സിദ്ധാന്തത്തെ തന്നെ, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ തന്നെ നിരാകരിക്കുന്ന രീതിയിൽ ഇനി അത് പഠിക്കേണ്ട എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സയൻസിനെ മാറ്റിത്തീർക്കുന്നു. ചരിത്രത്തിൽ നാം കാണുന്നു, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെടുന്നു. ഗാന്ധിജി കൊല്ലപ്പെട്ടതാണോ അല്ല വീണ് മരിച്ചതാണോ എന്നുള്ള സംശയം ഉയർത്തുന്ന രീതിയിലുള്ള ആഖ്യാനങ്ങൾ അത് ഗാന്ധിജിയുടെ കൊലപാതകത്തിന് കൊടുക്കുന്നു. നമുക്കറിയാം, ഗാന്ധിജി ബിർള മന്ദിരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഉരുവിട്ടത് ഹേ റാം എന്നായിരുന്നു. രാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള ഗാന്ധിജിയെ മറ്റൊരു രാമൻ, നാത്തൂ രാമൻ എന്ന് പറയുന്ന രാമൻ കൊല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ ചീറ്റി സ്വന്തം ഇടനെഞ്ചിലേക്ക് തരിക്കുമ്പോഴും അവിടെ ഹേ റാം എന്ന് മാത്രം പറഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ തന്നെ മറക്കാനും മാറ്റിയെഴുതാനുമുള്ള വിദ്യാഭ്യാസ ചിന്തകൾക്കും അതിനുള്ള ഒരുക്കങ്ങൾക്കുമാണ് അണിയറയിൽ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് BJP ഗവൺമെൻറ്. ആരോഗ്യമേഖല, നമ്മുടെ രാജ്യത്ത് ഭരണഘടന പ്രദാനം ചെയ്യുന്നതുപോലെ ഒരു പൗരന് വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകാനും സംരക്ഷിക്കാനുമുള്ള ബാധ്യതപ്പെട്ട ഗവൺമെൻറ് നമ്മൾ കണ്ടു. കൊറോണ കാലത്ത് നമ്മൾ വാക്സിൻ വാങ്ങി. ആ വാക്സിൻ നമ്മൾ സൗജന്യമായാണ് കൊടുത്തത്. പക്ഷേ ആ വാക്സിനും നമ്മളെടുത്തുനിന്ന് പൈസ ഈടാക്കി. ഇപ്പോൾ കണ്ടില്ലേ, ആ വാക്സിൻ തയ്യാറാക്കിയ കമ്പനിയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആ കമ്പനിയും നൽകിയിരിക്കുന്നു കോടികൾ. ജനജീവിതം ദുഷ്കരമാക്കുകയും കോർപ്പറേറ്റുകൾക്ക് നേട്ടം നൽകുന്നതിനുമായി ഉണ്ടാക്കുന്ന നയങ്ങൾക്കെതിരായി, BJP തീർക്കുന്ന നയങ്ങൾക്കെതിരായി ജനങ്ങൾ പ്രക്ഷോഭരംഗത്തേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഇന്ത്യൻ കുത്തകകൾ ഉൽപ്പന്നങ്ങൾ കൈയടക്കുമ്പോൾ അതിനെതിരായി തങ്ങളുടെ കാർഷിക മേഖല സംരക്ഷിക്കാൻ അന്നത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതും അതിന് കൃത്യമായ മാർക്കറ്റ് കിട്ടുന്നതിനും വേണ്ടി ഉത്തരേന്ത്യയിലെ കൃഷിക്കാരൻ സമരം നടത്തി. ഒരു വർഷം നീണ്ടുനിന്ന സമരത്തിൽ 700ഓളം കൃഷിക്കാർ രക്തസാക്ഷികളായി. ഒരു വർഷം നീണ്ടുനിന്ന സമരത്തെ ആദ്യം കണ്ടില്ലെന്ന് നടിച്ച
ഈ ഫാസിസ്റ്റ് ഭരണകൂടം, ആ ഫാസിസ്റ്റ് മോഡി കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഈ ഗവൺമെൻറ്റിനെ വീണ്ടും സമരവുമായി വന്ന കർഷകർ മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശപ്പിൻ്റെ കാര്യം വരുമ്പോൾ, അന്നത്തിൻ്റെ കാര്യം വരുമ്പോൾ, പട്ടിണിയുടെ കാര്യം വരുമ്പോൾ, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ കാര്യങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ പ്രക്ഷോഭം കൂട്ടുമ്പോൾ, അമ്പലം പണിയുകയും പ്രതിമ പണിയുകയും അതിർത്തികളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധ ദേശീയ വികാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കാനാണ് ഈ ഫാസിസ്റ്റുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും. നമുക്കറിയില്ലേ, പുൽവാമയിൽ നടന്നിട്ടുള്ള ആ അക്രമം, ഇന്ത്യൻ സൈന്യത്തിന് നേരെ നടന്ന അക്രമത്തിൽ 48 ധീര ജവാന്മാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കൊലപാതകം ഇന്ത്യ തന്നെ നടത്തിയതാണെന്ന് പിന്നീട് കാശ്മീരിലെ ഗവർണർ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയും, അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ ഇന്ത്യ അറിയിക്കുന്ന അവസ്ഥയും ഉണ്ടായത് നമുക്കറിയാം. ജനങ്ങൾ കൂട്ടായി നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രക്ഷോഭങ്ങളെ തകർക്കുക എന്നത് കോർപ്പറേറ്റുകളുടെയും കൂടി താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ അജണ്ടകളുമായി മുന്നോട്ട് വരുന്ന BJPയെ സഹായിക്കുക എന്നത് അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായി മാറി. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അകമഴിഞ്ഞ് BJPയെ സഹായിക്കുന്ന സ്ഥിതിയുണ്ടായല്ലോ. രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തെ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണമെന്ന് വിശേഷിപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. രാജ്യത്തെ ഏതെങ്കിലും മതവിശ്വാസികൾ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിക്കുന്നതിന് എതിരല്ല. എല്ലാ വിശ്വാസികൾക്കും ക്ഷേത്രപ്രവേശനത്തിന് ഇടപെട്ട പാരമ്പര്യം ആർക്കാണുള്ളത്? BJPക്കാർ വിശ്വാസവും, അതുപോലെ തന്നെ BJPക്കാർ രാമനും, BJPക്കാർ കൃഷ്ണനെയും, BJPക്കാർ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെയും കുറിച്ച് വലിയ വായിൽ സംസാരിക്കുമ്പോഴും കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ചരിത്രപ്രസിദ്ധമായ വൈക്കം ശിവക്ഷേത്രത്തിലെ പ്രവേശനത്തിന് നടത്തിയ ഉജ്ജ്വലമായ സമരത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ നിലനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂരിൽ നേരത്തെ ഹിന്ദുക്കളിൽ സവർണന്മാർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നു. ആ സവർണന്മാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ വേണ്ടി അവിടെ നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ഒരനുഭവം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന നായന്മാർ അവരാരെയും അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് സഖാവ് കൃഷ്ണപ്പിള്ളയുടെ നേതൃത്വത്തിൽ, കൃഷ്ണപിള്ള എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനകത്ത് കിടക്കാൻ കഴിയും. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അകത്ത് കടന്ന് അമ്പലത്തിലെ മണിയടിച്ചപ്പോൾ ആ അമ്പലത്തിൽ സംരക്ഷകരായിരുന്ന നായന്മാർ കൃഷ്ണപിള്ളയുടെ പുറത്തടിച്ചു. അതാണ് കൃഷ്ണപിള്ള അന്ന് പറഞ്ഞത്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പുറത്തടിക്കുമെന്ന് പരിഹാസത്തോടുകൂടി പറഞ്ഞതും. അതിനുശേഷം കേരളത്തിൽ ഇന്ന് എല്ലാ ജാതിയിലും പെട്ട, നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സമുദായത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയത് കേരളത്തിൽ RSS ഉണ്ടായതുകൊണ്ടല്ല, ഇന്ത്യയിൽ RSS ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പറയുന്നത് പോലെ അമ്പലമില്ല, വിശ്വാസമില്ല കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് പറയുമെങ്കിലും വിശ്വാസിയുടെ വിശ്വാസത്തെ
അതേ രീതിയിൽ കാണാനും ആ വിശ്വാസിയുടെ വിശ്വാസത്തെയും ആരാധനാലയത്തെയും സംരക്ഷിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ, ഏറ്റവും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യം രൂപപ്പെട്ടു വന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ തണലിലൂടെയാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളും സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുള്ളതുമാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്നത് വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ജനവിഭാഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. നമ്മളെ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യൻ സവിശേഷതയാണ്. ഈ സവിശേഷതകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുകയാണ് BJP ചെയ്യുന്നത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ട് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും അത്തരം വിശ്വാസികളെ കൊന്നൊടുക്കുകയും ചെയ്യുക എന്നതാണ് BJPയുടെ അജണ്ട. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന ഏത് മതവിശ്വാസി ആവട്ടെ, വിശ്വാസമില്ലാത്തവരാകട്ടെ, അവരെയെല്ലാം ഒരുപോലെ കണ്ട് പൗരത്വം അനുവദിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ നേരത്തെയുള്ള രീതി. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റുന്ന നിയമനിർമ്മാണത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. ഇത് മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള സംഘപരിവാറിൻ്റെ ചുവടുവയ്പ്പാണ്. അതുകൊണ്ടാണ് രാജ്യ സംരക്ഷണത്തിനായി BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് സുപ്രധാന അജണ്ടയായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിർവഹിക്കാനുള്ളതെന്ന് സഖാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കപട വാഗ്ദാനങ്ങളുടെ പരമ്പര നടത്തിയ BJP ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഗ്യാരണ്ടിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണത്തിലേറുമ്പോൾ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് പുതിയ ഗ്യാരണ്ടിയുമായി മോദി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഏത് പറഞ്ഞാലും എല്ലാത്തിനും ഗ്യാരണ്ടി എന്ന് പറയുന്ന മോദിയുടെ കഴിഞ്ഞ കാലത്തെ കുറേ ഗ്യാരണ്ടികളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നോട്ട് നിരോധനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ദിവസം രാത്രി പെട്ടെന്ന് തീരുമാനിക്കുകയാണ് നോട്ട് നിരോധനം. ഇന്ത്യൻ പാർലമെൻറ്റ് അറിയില്ല, മറ്റ് ഭരണാധികാരികൾ അറിയില്ല, ആരും തന്നെ അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ വലഞ്ഞു പോയത് ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളാണ്. രാത്രി ആ സമയത്ത് നോക്കുമ്പോൾ പണമില്ലാത്തവരും അതുപോലെ തന്നെ പണമുള്ളവരും പണം മാറ്റാൻ വേണ്ടി ATMകളിലും CDMകളിലുമെല്ലാം ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പകൽ സമയങ്ങളിൽ ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് തളർന്നു വീഴുന്ന ആളുകളെയും അവിടെ വെച്ച് പ്രകോപിതരാകുന്ന ആളുകളെയും അവിടെ വെച്ച് ആത്മഹത്യാ പ്രവണത നടത്തുന്ന ആളുകളെയും എല്ലാം ഈ കേരളവും ഇന്ത്യയും കണ്ടു. ഈ രീതിയിൽ നോട്ട് നിരോധിക്കുമ്പോൾ നമ്മളോട് ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞത് ഈ നോട്ട് നിരോധനം കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാനാണ്. കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ, ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഉണ്ടാകും. ഈ 15 ലക്ഷത്തിന് പകരം 15,000 രൂപ പോലും അക്കൗണ്ടിൽ ലഭിക്കാത്ത ഇന്ത്യക്കാരായി വിഡ്ഢികളായി ഇന്ത്യയിലെ ജനങ്ങൾ മാറുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അനുഭവമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറക്കുമെന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറക്കുമെന്നും തൊഴിൽ നൽകുമെന്നും രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നുമെല്ലാം ഉള്ള കപട വാഗ്ദാനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയത്. അങ്ങനെ അധികാരത്തിലെത്താൻ മതത്തിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെയും എല്ലാ സഹായങ്ങളും ഈ ഗവൺമെൻറ് ലഭിച്ചു. അങ്ങനെ അധികാരത്തിലെത്തിയ ഈ ഗവൺമെൻറ് എപ്പോഴും പറയുന്നത് അഴിമതി നടത്തുന്നില്ല, ഞങ്ങൾ വളരെ സുതാര്യമായാണ് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റുകളിൽ നിന്ന്
നിയമപരമായി അഴിമതിയിലൂടെ പണം വാങ്ങുന്ന കാഴ്ചയാണ് വർത്തമാന ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് കണ്ടു. 2018 ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, ബാങ്കിലൂടെ, ഇന്ത്യയുടെ പ്രഥമ ബാങ്കായ SBIയിലൂടെ എല്ലാവർക്കും ഇലക്ട്രൽ ബോണ്ടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാം, ബോണ്ടുകളാക്കി പണം നൽകാം. പക്ഷേ ആര് നൽകി, എപ്പോൾ നൽകി, എത്ര നൽകി, ഇതൊന്നും തന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ അഴിമതിയെ നിയമപരമാക്കി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനും അത്തരത്തിൽ കോടിക്കണക്കിന് പാർട്ടിയുടെ ഖജനാവിലേക്ക് ഒഴുകുന്ന പണം ഉപയോഗിച്ച് ഓരോ സംസ്ഥാനത്തെയും MLAമാരെ, ജനാധിപത്യത്തെയും വിലക്കെടുത്ത് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് രീതി തന്നെയാണ് ഇതിലും മോഡി സ്വീകരിച്ചത്. ഇലക്ട്രൽ ബോണ്ടിന് എതിരായി സുപ്രീം കോടതിയെ സമീപിച്ചത് CPIM ആണ്. ഇടതുപക്ഷത്തിൻ്റെ അഭിമാനം ഒന്നുകൂടി ഉയർത്തുന്ന രീതിയിൽ രാജ്യം ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിയമപരമായി നടത്തിയ അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? ഈ അഴിമതി കഥകളെ ശ്രദ്ധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ അഴിമതി കഥകളുടെ ചർച്ച മാറ്റാൻ അഴിമതിയുടെ എതിരായി നിൽക്കുന്ന, ചൂലുമായി നിൽക്കുന്ന ഉത്തരേന്ത്യയിലെ അഴിമതി വിരുദ്ധ ഐക്കണായിട്ടുള്ള കെജ്രിവാളിനെ ജയിലടക്കുകയാണ് ചെയ്തത്. എന്താ കെജ്രിവാളിനെതിരായി പറഞ്ഞത്? ഡൽഹി മദ്യനയ കേസിൽ അഴിമതി നടത്തി കോഴ വാങ്ങി. SBI ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിക്കുന്നത് വരെ കെജ്രിവാളിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം ആരും നടത്തിയിരുന്നില്ല. കെജ്രിവാൾ കേസിൽ പ്രതിയുമായിരുന്നില്ല. പക്ഷേ കെജ്രിവാളിന് പകരം, കെജ്രിവാൾ കേസിൽ പ്രതിയില്ലെങ്കിലും ആ കേസിലെ പ്രതിയായിരുന്ന ഹൈദരാബാദിലെ അരബിന്ദോ ഫാർമയുടെ ഉടമ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ED റെയ്ഡ് നടത്തി അയാളെ അറസ്റ്റ് ചെയ്തു. കൃത്യം 5-ാം ദിവസം അരബിന്ദോ ഫാർമയുടെ ശരത് ചന്ദ്ര റെഡ്ഡി 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നു BJPക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത് ചന്ദ്ര റെഡ്ഡി പ്രതിയിൽ നിന്ന് മാപ്പ് സാക്ഷിയുടെ റോളിലേക്ക് മാറുന്നു. വീണ്ടും കൊടുക്കുന്നു 25 കോടി. അത് കഴിഞ്ഞപ്പോൾ ഈ അരവിന്ദ് ഫാർമയുടെ ശരത് ചന്ദ്ര റെഡ്ഡി, അല്ലെങ്കിൽ റെഡ്ഡിയുടെ വായിലൂടെ ED പ്രവഹിപ്പിച്ചത് ആ കള്ളങ്ങളെ മുഴുവൻ കോർത്തിണക്കി വെച്ച് കെജ്രിവാളിനെതിരായ ഒരു കുറ്റപത്രമുണ്ടാക്കി രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കടന്നു ചെന്ന് ഡൽഹി പോലീസിൻ്റെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിനാണ് അവകാശം എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കടന്നു ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക. അതുവരെയും 9 സമൻസുകൾ ലഭിച്ചപ്പോഴും സാക്ഷിയായിരുന്ന കെജ്രിവാൾ പ്രതിയാകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഫാസിസ്റ്റ് എങ്ങനെ വളരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യം. ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി മറച്ചു വെക്കാൻ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണായിട്ടുള്ള, ഉത്തരേന്ത്യയിലെ ഐക്കണായിട്ടുള്ള കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇത് മാത്രമാണോ? നീരവ് മോഡിയെയും അതുപോലെ തന്നെ വിജയ് മല്യയെയും നമുക്ക് ഓർമ്മയില്ലേ? കോടികൾ കട്ടുമുടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കിടന്ന 2 ആളുകളെയും ഇതുവരെ കൊണ്ടുവന്നു. കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞോ കൊണ്ടുവന്നില്ല, കള്ളപ്പണക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞോ കൊണ്ടുവന്നില്ല, നിയമപരമായി ഇടപെടാൻ കഴിയുന്നില്ല, അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഈ രീതിയിൽ
ജനങ്ങളുടെ ജീവിതത്തെ കണ്ണീരിലാഴ്ത്തി ഇപ്പോൾ പുതിയ വാഗ്ദാനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ഗ്യാരണ്ടിയിൽ പുതിയൊരു സാധനമാണ് സ്ത്രീ സുരക്ഷ. ആ സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലെത്തിയവർ മണിപ്പൂരും കത്വയും പോലുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത ദുരന്തങ്ങളാണ് നാടിന് നൽകിയത്. കുത്തുകൾ വമ്പിച്ച നേട്ടങ്ങൾ കൊയ്തപ്പോൾ ലോകത്ത് ഏറ്റവും വിശപ്പും ദാഹവുമുള്ള രാജ്യമായി ഇന്ത്യ മാറി. നമുക്കറിയാം, വിശപ്പിൻ്റെ പട്ടികയിൽ 107-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതുപോലെ തന്നെ 147-ാം സ്ഥാനത്ത് മാധ്യമങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം നമുക്കറിയാം. ആ നാടിൽ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 145-ാം സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പത്രക്കാരെ കണ്ടിട്ട് എത്ര വർഷമായി? കോർപ്പറേറ്റുകൾ നൽകുന്ന ആനുകൂല്യങ്ങളുടെ ബലത്തിൽ എന്നിട്ടും ഈ പത്രങ്ങൾ മുഴുവൻ മോദിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മഹത്തായ പാരമ്പര്യമുള്ള ഈ നാട്, ഇന്ത്യ നാട്, കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുടെ നയങ്ങളിലേക്ക് ചുരുക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക എന്ന ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ജനതയ്ക്ക്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനൊരബദ്ധം പറ്റി. കേരളത്തിലെ ജനങ്ങൾ BJPക്കെതിരായിരുന്നെങ്കിലും ആ BJPയുടെ ബദലായി കോൺഗ്രസ് വരുമെന്ന ധാരണയിലാണ് 19 ആളുകളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചത്. കോൺഗ്രസ് രാജ്യത്ത് നടപ്പിലാക്കിയ ആഗോളവൽക്കരണ നയങ്ങൾ തന്നെയാണ് BJPയും കുറെ കൂടി ശക്തമായി പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ BJPയുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. വർഗീയതയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഉറച്ച ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. നമ്മൾ കണ്ടില്ലേ, പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെയോട് ചോദിച്ചപ്പോൾ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇത്തരം കാര്യങ്ങളിൽ വർഗീയതയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. പലപ്പോഴും കോൺഗ്രസിൻ്റെ മുഖം മൃദു ഹിന്ദുത്വത്തിൻ്റേതാണ്. നമുക്കറിയാം, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകണം എന്നാഗ്രഹിച്ച, പോകുമെന്ന് പറഞ്ഞ, പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത കുറേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെയും മന്ത്രിമാരെയും നമ്മൾ പത്രങ്ങളിലൂടെ വീക്ഷിച്ചു. ഇടതുപക്ഷം ഒരു നിലപാടെടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചെറുതെങ്കിലും ഉറച്ചതും ശക്തവുമായ വർഗീയതക്കെതിരായ നിലപാട് ഇന്ത്യയിൽ ഇടതുപക്ഷം പറഞ്ഞു. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കാൻ പോയി. സീതാറാം യെച്ചൂരി നട്ടല് നിവർത്തി പറഞ്ഞു, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല. അങ്ങനെ പറയാൻ കഴിയാവുന്ന രാഷ്ട്രീയാർജവം, വർഗീയതക്കെതിരായി ഈ ഫാസിസത്തിനെതിരായുള്ള രാഷ്ട്രീയാർജവം, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ക്ഷേത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാത്തൂരാമൻ എന്ന് പറയുന്ന രാമൻ്റെ ആലയമാണ് എന്ന രീതിയിൽ അതിനെ വിശദീകരിക്കാനും നോക്കിക്കാണാനും കഴിയുന്ന പാർട്ടികൾക്ക് ഈ രാഷ്ട്രീയത്തെ കാണാനും അതനുസരിച്ച് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ പറച്ചിലിൻ്റെ കൂടെ വിഷമമുണ്ടെങ്കിലും ചേർന്ന് നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ, ഉയർത്തിയെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ന് ഇടതുപക്ഷത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞ വലിയൊരു കാര്യം. അവിടെ കോൺഗ്രസ്സിന് ബദലാവാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസിനെ കൊണ്ട് അത്തരമൊരു ചിന്തയിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അടിത്തറ തകർത്ത, ബാബറി മസ്ജിദ് തകർക്കുന്നതിനിടയാക്കിയത് കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ നിലപാടുകളുടെ ഭാഗമായിരുന്നു. നമുക്കറിയാം, അതിൻ്റെ ശിലാന്യാസം നടന്ന സമയം രാജീവ് ഗാന്ധി. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ബാബറി മസ്ജിദിന് മിനാരങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ
ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു, കോൺഗ്രസ്. അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കാനുള്ള നീക്കം, രഥയാത്ര നടത്താനുള്ള നീക്കം, ഇന്ത്യയെ കലാപഭൂമിയാക്കാനുള്ള നീക്കം, ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളുടെ ഈ നീക്കത്തെയെല്ലാം മൗനമായി അതിന് സമ്മതം മൂടിയ ചരിത്രമാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സിന് പറയാൻ കഴിയുന്നത്. പള്ളി പൊളിക്കാൻ വന്ന കർഷകർക്ക് നടപടി സ്വീകരിക്കാൻ അധികാരങ്ങളുണ്ടായിട്ടും മിണ്ടാതിരുന്ന നരസിംഹറാവുവിനെയാണ് ഇന്ത്യ അന്ന് കണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദീർഘമായി പോയി എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചുരുക്കാൻ ശ്രമിക്കാം. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല, കോൺഗ്രസിന് കഴിയില്ല. ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ കോൺഗ്രസും പിന്തുടരുന്ന സ്ഥിതിയാണ് ഇന്നുമുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ BJPയുടെ സാമ്പത്തിക നയവും BJPയുടെ വർഗീയമായ നയങ്ങളുമായി സമരസപ്പെട്ട് BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പോകുന്നതിന് ഒരു മടിയുമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ 13 മുൻ മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയി. നിലവിലെ BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ പഴയ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ 3 PCC പ്രസിഡന്റുമാർ ഇന്ന് BJP നേതാക്കളാണ്. 2014 ശേഷം കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന MPമാരുടെയും MLAമാരുടെയും കണക്കെടുത്താൽ തന്നെ ഏകദേശം ഒരു 200 ആൾ വരും. ഓരോ ദിവസം കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. നിരപേക്ഷതയുടെ ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ പോലും BJP സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 4 പേർ പഴയ കോൺഗ്രസ്സുകാരാണ്. ഞാൻ അത് വിശദമായി പറയുന്നില്ല, അനിൽ ആൻ്റണി ഉൾപ്പെടെയുള്ളവർ. അവസാനമായി പത്മജയും തുടർന്ന് ഇപ്പോൾ മഹേശ്വരൻ നായരും തമ്പാനൂർ സതീഷും പോലെയുള്ള ചെറിയ ആളുകളും കോൺഗ്രസ്സിൽ BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ചേക്കേറാതിരിക്കും? KPCCക്ക് ഒരു പ്രസിഡൻ്റുണ്ട്. ആ പ്രസിഡന്റ് ഒരു മാധ്യമത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, എനിക്കെപ്പോൾ തോന്നുന്നു അന്നേരം ഞാൻ BJPയിലേക്ക് പോകും, അതിനാരോടും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കണ്ണൂർ ഭാഷയിൽ. എനിക്കെപ്പോൾ പോകാൻ തോന്നുന്നു അന്നേരം ഞാൻ പോകും, അതിനാരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇതേ KPCC പ്രസിഡന്റ് പറഞ്ഞു, എൻ്റെ നാടായ നടാലും തോട്ടടയും RSSകാർ ശാഖ നടത്തുമ്പോൾ അതിന് മാർക്സിസ്റ്റുകാർ അനുവദിക്കാതെ വന്നപ്പോൾ അവിടെ ഞങ്ങൾ സംരക്ഷണം കൊടുക്കാൻ നിന്നിട്ടുണ്ട്. ആര്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മുണ്ടിനടിയിൽ കാക്കി ട്രൗസറാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സവർക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ തിരികെത്തിക്കുകയാണ്. വേറൊരു കൊല്ലത്തെ MP, അയാൾ ഇടതുപക്ഷമാണെന്ന് ആ പേരിന് പറയുക, പക്ഷേ അയാൾ അവിടെ ഒരു വിരുന്നിന് പോയ അയാളൊപ്പം പോയ ഒരു BSP MP കഴിഞ്ഞ ദിവസം BJP ചേർന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള കൊല്ലത്തെ MPയുടെ പ്രതികരണങ്ങൾ എപ്പോഴും മോഡി സ്തുതി ഉണ്ടാകുന്നതാണ്. അത് എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിൽ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും BJPക്ക് ഒരു തരത്തിലുള്ള ബദലാവാനും കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. BJPയിലേക്ക് ചേക്കേറാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ സംഘമായി കോൺഗ്രസ് അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് ഓരോ ദിവസവും തെളിയിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ രാജ്യത്തുയർന്നു വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും അടിസ്ഥാനമായി കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് ചെറുതാണെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് 2004 അനുഭവമുണ്ട്. യാതൊരു ഉറപ്പുമില്ലാതെ
63 MP-മാർ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ബ്ലോക്കിൻ്റെയും ഫോർവേഡ് ബ്ലോക്കും RSPയും ഉൾപ്പെടെ 63 MP-മാരുടെ ബലത്തിലാണ് കോൺഗ്രസ് അന്ന് ഭരിച്ചിരുന്നത്. കോൺഗ്രസ് അന്ന് ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മന്ത്രിമാർ വേണോ? 4 ക്യാബിനറ്റ്. ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ BJPയെ അധികാരത്തിൽ നകറ്റാൻ, ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നകറ്റാൻ നിങ്ങൾക്ക് നിരുപാധികമായി പിന്തുണ തരികയാണെന്ന് പ്രഖ്യാപിച്ച ആർജവമുള്ള ഇടതുപക്ഷം തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ശക്തി. അന്ന് ഇടതുപക്ഷം മുന്നോട്ട് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ CMBയുടെ ഭാഗമായിട്ട് 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ 100 കണക്കിന് കുടുംബങ്ങൾ അവിടെ അടുപ്പ് പുകയുന്നത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പ്രസ്ഥാനമാണ്, തൊഴിലുറപ്പ് നയമാണ്. അതുപോലെ തന്നെ വനങ്ങളിൽ വനാവകാശ നിയമം കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയുടെ ഗനികൾ നിർമ്മിച്ച് ഖനനം നടത്തുന്ന മാഫിയകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ആഗോളതലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആരോഗ്യത്തിന് NRHM പോലെയുള്ള പരിപാടികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇങ്ങനെ ഏറ്റവും പ്രധാനമായി താഴേക്കിടയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിൽ കോൺഗ്രസ്സിന് നടപ്പിലാക്കേണ്ടി വന്നത്. അങ്ങനെ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തൊഴിൽ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം നൽകുന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ബദൽ പോലെ ദേശീയ തലത്തിലും ജനങ്ങൾക്കനുഗുണമായ നയങ്ങൾ നൽകുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായും ശക്തമായ നിലപാടുകൾ പാർലമെൻറ്റിൽ ഉയരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിച്ചേ മതിയാകൂ. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയെ പ്രതിരോധിക്കുന്നതിന് ഇടപെടാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. മുത്തലാഖ് ബില്ല്, കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്ന പ്രശ്നം, ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, പൗരത്വ ഭേദഗതി നിയമം, ഇവയെല്ലാം പ്രതിരോധിക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണെന്ന് നമുക്ക് അറിയാം. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയപ്പോൾ വോട്ട് പ്രതിഷ്ഠ എന്ന നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനെ കൊണ്ട് ഔദ്യോഗികമായെങ്കിലും അത്തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. നമുക്കറിയാം, രാജ്യത്ത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ ആ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമോ പുനർനിർമ്മാണമോ പഞ്ചായത്ത് പ്രസിഡന്റോ MLA ഉദ്ഘാടനം ചെയ്ത അനുഭവം നമ്മൾക്കുണ്ടോ? ഇവിടെ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് രാമക്ഷേത്രം എന്ന രാഷ്ട്രീയ അജണ്ട പണി പൂർത്തീകരിക്കാതെ, ഒരു അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പണി പൂർത്തീകരിക്കാത്ത 1-ാം നില ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പുറത്തെ നേരെ വിപരീതമായി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. ആരാ ഉദ്ഘാടനം നടത്തുന്നത്? ഹിന്ദുവും ജൈനനും പാഴ്സിയും ക്രിസ്ത്യനും മുസൽമാനും എല്ലാം തന്നെ ചേരുന്ന ഒരു മാലയിലെ മുത്തുമണികൾ പോലെ മതേതരത്വം ഉദ്ഘോഷിക്കുന്ന, ഇന്ത്യയിലെ നാനാത്വത്തിൽ ഏകത്വം പറയുന്ന ഏറ്റവും വലിയ ഈ നാടിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് ഹിന്ദു സന്യാസികൾ മതേതരത്വം നിലനിൽക്കുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എത്രത്തോളം ലജ്ജാകരമാണ്. അതിനെക്കുറിച്ച് ഒരു പത്രം എഴുതിയത് BC 2023 എന്നാണ്. അതിൽ കൂടുതൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കേരളത്തിലേക്ക്
വളരെ ചുരുക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറും 28 മിനിറ്റുമായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെ കേരളത്തിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ലോകത്തിൽ മുതലാളിത്തവും കോർപ്പറേറ്റ് ഭരണവും ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ ഫാസിസവും എല്ലാം അതിൻ്റെ നയങ്ങളും പരിപാടികളും ജനവിരുദ്ധമായി നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ലാതെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുമെന്ന് തലയുയർത്തിപ്പിടിച്ച് പറയാൻ കഴിയുന്ന ജനകീയ ബദൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞ 7 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞാൻ ഓരോ മേഖലയും എടുത്തു പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യത്തിലും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലവും ഈ ഗവൺമെൻറ്റിനും ഈ ഗവൺമെൻറ് നയിക്കുന്ന മന്ത്രിമാർക്കും ഈ ഗവൺമെൻറ് നയിക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കുമെതിരായി ഒട്ടേറെ ആരോപണങ്ങൾ അഴിമതികളും കൊണ്ടുവന്നു. കോൺഗ്രസ് ഉന്നയിക്കും, ED അന്വേഷണം നടത്തും. എന്നാൽ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ ഏതെങ്കിലും ഒരു വക്ക് തൊടാൻ ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയിലും കഴിയാത്ത സ്ഥിതിയാണ് ഇന്ത്യയിലെ 10ഓളം ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത്. ഖുറാനിൽ സ്വർണം, ഈത്തപ്പഴത്തിൽ സ്വർണം, ചെമ്പിൽ സ്വർണം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സ്വർണം എന്നെല്ലാം പാടിയവരും ചിലരെ കൊണ്ട് പാടിച്ചവരും ഏറ്റവും അവസാനമായി ഏതൊക്കെയോ കുഴിയിൽ വീണിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആരൊക്കെയോ പ്രലോഭിപ്പിച്ചു, ആരൊക്കെയോ ആവേശം നൽകി, അവസാനം ഒന്നും എവിടെയും എത്താത്ത സ്ഥിതിയാണ്. ഇന്ന് പിടിക്കും, നാളെ പിടിക്കും, കുരുക്ക് മുറുകുന്നു, ശ്വാസം മുട്ടുന്നു എന്നെല്ലാം പറഞ്ഞ് കോർപ്പറേറ്റ് മൂലധനം ഇറക്കിയ മാധ്യമങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി ഓരോ ആളുകൾ കാറിൽ പോകുന്നതും അവിടെ ഇറങ്ങുന്നതും 10 മണിക്കൂറായി 12 മണിക്കൂറായി തീർച്ചയായും അറസ്റ്റായിരിക്കും എന്ന് പറയുമ്പോഴും അവസാനം ആ മാധ്യമങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളും എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിപ്പിച്ചുകൊണ്ട് തലയുയർത്തി ഓരോ ആളുകളും പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഓരോ കാര്യത്തെക്കുറിച്ചും പറയുന്നില്ല, 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി, ആ പരിപാടിയെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യയിലെ ഗവൺമെൻറ് നമുക്ക് അർഹമായ നികുതി വിധം തരുന്നില്ല. 64,000 കോടി കിട്ടാനുണ്ട് കേരളത്തിന്. അങ്ങനെ കിട്ടാനുള്ളപ്പോൾ ഇന്ത്യയുടെ ധനമന്ത്രി തിരുവനന്തപുരത്ത് വന്നു, കണക്കനുസരിച്ച് ഞങ്ങൾ ഒരു പൈസയും കൊടുക്കാനില്ല, എന്നാൽ കണക്ക് പറയട്ടെ എന്ന് പറഞ്ഞു. കുറേ പ്രാവശ്യം കണക്ക് പറഞ്ഞു, എന്നിട്ടും പൈസ കിട്ടുന്നില്ല. അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ കേസ് പിൻവലിക്ക് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സാധാരണ നാട്ടിൽ മധ്യസ്ഥത്തിന് പറയുന്ന പോലെ നിങ്ങൾ ആ കേസ് ഇപ്പം പിൻവലിച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. കേസിനകത്ത് സുപ്രീം കോടതിയിൽ കേരളം ബാധിച്ചപ്പോൾ കടമെടുക്കാനുള്ള അനുവാദം സുപ്രീം കോടതി കേരളത്തിന് നൽകി. കടമെടുക്കാൻ അനുവാദം ലഭിച്ചത് കേരളത്തിൻ്റെ ന്യായമായ ആവശ്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി അത് തരില്ല. അത്തരത്തിൽ സാമ്പത്തിക രംഗത്ത് ഞെരുക്കി നമ്മളെ ശ്വാസം മുട്ടിക്കുക. അങ്ങനെ ശ്വാസം മുട്ടിച്ചാലോ, ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ച് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കി. കൊറോണ വന്നപ്പോൾ അത് മാസം കൊടുക്കാൻ വേണ്ടി പെൻഷന് വേണ്ടി പ്രത്യേക ഒരു ബോർഡ് ഉണ്ടാക്കി, ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി മാസാമാസം കൊടുത്തു വന്ന പെൻഷൻ, അതുപോലെ തന്നെ റേഷൻ, അതുപോലെ തന്നെ ലൈഫ് പദ്ധതി, അതുപോലെ തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം, അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ തിരിച്ചു വരുന്ന വിദ്യാഭ്യാസ സംരക്ഷണ നയം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ നയം, ഇതെല്ലാം കൂടിയാകുമ്പോൾ ഇത് എവിടെയെത്തും? ഇതിനെ പിടിച്ചു വെച്ചേ മതിയാവും.
അതുകൊണ്ട് ഞെരുക്കി, ഒരു ഭാഗത്ത് സാമ്പത്തികമായി ഞെരുക്കി. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ പെൻഷൻ 2-3 മാസം നിന്നുപോയി. കഴിഞ്ഞ 6 മാസം പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചു സാമ്പത്തികമായി ഞെരുക്കി ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാം. പക്ഷേ കീഴടങ്ങാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, കീഴടങ്ങില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ ഇപ്പോൾ 4 മാസത്തെ പെൻഷൻ കൊടുത്തു. ഇനി ഏപ്രിൽ മുതൽ മാസാമാസം കൊടുക്കാനുള്ള പദ്ധതിയുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉപ്പള മുതൽ കളിയിക്കാവിള വരെയുള്ള കേരളത്തിൻ്റെ റോഡ് NH-66, ആ റോഡ് എത്രയോ കാലമായി ആ റോഡ് ഇങ്ങനെ കിടക്കുന്നു. അതിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, വീതി വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ണൂരിലേക്ക് പഠിക്കുമ്പോൾ പോകുമ്പോൾ ഒരു 10-30 വർഷത്തിന് മേലെ, അന്ന് അഴിയൂർ സ്കൂളിൻ്റെ കുറച്ചപ്പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ മേലെ എഴുതിയിരിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 10-30 വർഷം കടന്നുപോയി, ഒന്നും നടന്നില്ല. ഇപ്പോഴാണ് ആ ബൈപ്പാസ് നടന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ വിശദമായി പോകുന്നില്ല. കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ ബോർഡും എല്ലാം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ ഞെരുക്കിക്കൊല്ലുക. അങ്ങനെ ഞെരുക്കിക്കൊല്ലുമ്പോൾ 19 ആളുകൾ ഈ കേരളത്തിൽ നിന്ന് പോയി. ഏതെങ്കിലും ഒരു സമയത്ത് കേരളം ഞങ്ങളും കൂടി ഭക്ഷണം കഴിക്കുന്ന, ഞങ്ങളും കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന ധാരണയിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിനകത്ത് വന്ന് ഒപ്പിട്ട് പോകുമ്പോൾ തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ, ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാതെ ഡൽഹിയിൽ പോയി ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പാർലമെൻറ്റിലും പറ്റാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാനാണ് ശ്രമിച്ചത്. ഡൽഹിയിൽ കോൺഗ്രസ് ഒരു സമരം നടത്തി. ആ സമരം ഇടതുപക്ഷം കൊണ്ടുവന്ന കേരളത്തിനെതിരായിരുന്നു. ഈ കേരളത്തിൽ എന്ത് പുരോഗമന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും, എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇടതുപക്ഷമാണ് നടപ്പിലാക്കുന്നത് എന്നതുകൊണ്ട് അവയെ എങ്ങനെയെങ്കിലും വിവാദത്തിലകപ്പെടുത്താൻ, അതുപോലെ തന്നെ അതിനെ തടയിടാനുള്ള ഗൂഢലക്ഷ്യങ്ങളാണ് BJP ഗവൺമെൻറ്റിനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, UDF-ൻ്റെ കാലത്ത് 600 രൂപ വെച്ച് 34 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തതെങ്കിൽ ഇന്നത് 64 ലക്ഷമായിട്ട് ഉയർന്നിട്ടുണ്ട്. 2016 മുതൽ 2021 വരെ 9,011 കോടി രൂപയാണ് നൽകിയതെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നൽകിയതെങ്കിൽ, LDF സർക്കാർ അധികാരത്തിലെത്തിയ സമയം 32,034 കോടി രൂപയാണ് വിതരണം ചെയ്തത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കോടി രൂപയാണ് അധികം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഓരോ കാര്യത്തിലും, ലൈഫിൻ്റെ കാര്യത്തിൽ 3,56,108 കുടുംബങ്ങൾക്ക് പുതുതായി വീടുകൾ നൽകാൻ വേണ്ടി കഴിഞ്ഞു. കേരളത്തിൽ വീടില്ലാത്തവരുണ്ടാകരുതെന്ന് മാത്രമല്ല, കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചു, ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിച്ചു, ഇവിടെ ആരും പട്ടിണി കിടക്കുന്നവരായി ഉണ്ടാകരുത്, ദരിദ്രരായിട്ട് ആരും ഉണ്ടാകരുത്. അതുകൊണ്ട് അതിദാരിദ്ര്യമുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ഒരു പരിശോധന നടത്തി 60,000-ലധികം പേരെ കണ്ടെത്തി. 2025 ആകുമ്പോഴേക്ക് ഈ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലുള്ള ആശ്വാസ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. കൊച്ചി മംഗലാപുരം ഗെയിൽ വാതക പൈപ്പ് ലൈൻ, അതിനെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പം എന്താ സംഭവിച്ച്? ഹൈവേയെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞ ഓർമ്മയുണ്ടാവും. ഈ ഹൈവേ നടക്കാൻ പോകുന്നില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, തുരങ്കപാത, തിരുവനന്തപുരം ഔട്ടറിംഗ് റോഡുകൾ, കൊച്ചിൻ വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ,
എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കി ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആരംഭിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. വടകര ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്തമായ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും അധാർമികതക്കെതിരെ നിലകൊണ്ട ചരിത്രവും നിലകൊണ്ട വർത്തമാനവും തന്നെയാണ് വടകരയുടെ സവിശേഷത. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മാറി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് രണ്ട് കാര്യവും വിശദമായി പോകാൻ സമയമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു MP എന്ന നിലയിൽ എൻ്റെ നാട്ടിൽ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ദിവസവും 100 കണക്കിന് ആളുകൾ കണ്ണൂരേക്കും കോഴിക്കോടേക്കും ജോലിക്ക് പോകുന്ന 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന മുക്കാളിയും നാദാപുരം റോഡ്. കൊറോണയ്ക്ക് ശേഷം ആ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടില്ല. പ്രത്യേകിച്ചൊരു മുതൽ മുടക്കുമില്ല. 6ഓളം വണ്ടികൾ നിർത്തിയിരുന്ന സ്റ്റേഷനിൽ ഇന്ന് 2 വണ്ടിയാണ് നിർത്തുന്നത്. എന്തു ചെയ്തു MP? കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാതെ ആർക്കെങ്കിലും 100 പേർക്ക് ജോലി കിട്ടുന്ന എന്തെങ്കിലും സംവിധാനം, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വ്യവസായങ്ങൾ, അതുപോലെയുള്ള മറ്റു വലിയ പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാതെ 5 വർഷവും മുന്നോട്ട് പോയ MP ആണ് വടകര ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടത്തേക്ക് ആരും തള്ളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ മത്സരിക്കും. അത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എനിക്കിവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങൾ BJPയിലേക്ക് പോയതും അവിടെ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നതും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരാൾ ഇവിടെ വന്നത്. ആ വന്ന ദിവസം തന്നെ അദ്ദേഹം വിചാരിച്ചു, ഇവിടെ ഭയങ്കര ഇതാണ്, നമുക്ക് ഇപ്രാവശ്യത്തെ കാർഡും നേരത്തെ പറഞ്ഞ പോലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാർഡ് ആക്കാം. അതിൻ്റെ മൂല്യമൊക്കെ എന്നോ നഷ്ടപ്പെട്ടു. ആ കാർഡും കൊണ്ട് ആദ്യം തന്നെ അതിന് അനുഗുണമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. പക്ഷേ വന്നത് നിങ്ങൾക്കറിയില്ല, ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പാവപ്പെട്ട തളിപ്പറമ്പുകാരനായ ധീരജിനെ ഒറ്റ കുത്തിന് കൊന്ന പ്രൊഫഷണൽ കില്ലറായിട്ടുള്ള നിഖിൽ പൈലിയും കൂട്ടിയാണ്. ഇവിടെ വന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞത്, പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം മരിച്ചത് സംഘട്ടനത്തിലല്ല, സ്കെച്ചിട്ട് കൊന്നതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വന്തം പാർട്ടിയിൽപ്പെട്ട KPCCയുടെ സെക്രട്ടറിയെ തല്ലിക്കൊന്ന പാരമ്പര്യം കോൺഗ്രസിൻ്റേതാണ്, അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം. അടിയന്തരാവസ്ഥയിൽ പിണറായി പഞ്ചായത്തിലെ വെണ്ടുട്ടായിൽ ദിനേശ് ബീഡി കമ്പനിക്ക് ബോംബെറിഞ്ഞ് സഖാവ് കൊളങ്ങര ഒത്തുരാഘവനെ കൊല ചെയ്തത് കോൺഗ്രസ്സാണ്. എന്തിനേറെ, ഒരേ പാർട്ടിയിൽപ്പെട്ട മധുവിനെയും ലാൽ കൊള്ളന്നൂരിനെയും മധു ഇച്ചറത്തെയും സ്കെച്ചിട്ട് തന്നെയാണ് കൊന്നത് അക്രമികൾ. ഈ വടകര മണ്ഡലത്തിൽ മുസ്ലിം ലീഗുകാർ കൊല ചെയ്തത് തൂണേരിയിലുള്ള ഷിബിൻ എന്ന് പറയുന്ന 19 വർഷം മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനെ, കൗമാരക്കാരനെ മഴ കൊണ്ട് വെട്ടിപ്പിളർന്നാണ് കൊന്നത്. നിങ്ങൾ ഇവിടെ അക്രമത്തെക്കുറിച്ച് പറയുന്നത്? ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ കാർഡ് ഫൗളായി എന്ന് തോന്നിയുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തിനാണ് വോട്ട്, കഴിവിനാണ് വോട്ട്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥാനാർത്ഥിയെ മാത്രമേ ഓർക്കാൻ കഴിയൂ. അത് കേരളത്തിലെ ജനങ്ങളെ മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കുമ്പോഴും അവരുടെ കൂടെ നിന്ന ടീച്ചറെ മാത്രം, അല്ലെങ്കിൽ ടീച്ചറമ്മയെ മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയൂ. കൂത്തുപറമ്പ് MLA എന്നത് പേരാമ്പ്ര മണ്ഡലത്തിൽ നിപ്പ പടർന്നു പിടിച്ചപ്പോൾ അവർക്ക് കൈത്താങ് നൽകിയ ടീച്ചറമ്മയായി. ഓരോ മണ്ഡലത്തിലും സുപരിചിതയായി ടീച്ചർ നിൽക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു സഖാവ് പറഞ്ഞതുപോലെ
ഇന്ന് നാദാപുരത്തെ നൈറ്റ് മാർച്ച്, കഴിഞ്ഞ ആഴ്ചയിൽ തലശ്ശേരിയിൽ നടന്ന നൈറ്റ് മാർച്ച്, വടകരയിൽ നടന്ന നൈറ്റ് മാർച്ച്, പേരാമ്പ്രയിൽ നടന്ന റോഡ് ഷോ. ജനപ്രവാഹമാണ്, സ്ത്രീകളുടെ പ്രവാഹമാണ്. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഈ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്തിന് അതീതമായി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. പ്രവാസികളായ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങൾക്ക് പരിചയമുള്ളവരെ, നിങ്ങൾക്ക് നാട്ടിലെത്തിക്കാൻ കഴിയാവുന്നവരെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിക്കണം. കാരണം 17 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പിന്നിട്ടു. ആ 17 തെരഞ്ഞെടുപ്പുകളുടെയും രാഷ്ട്രീയ സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നാം അഭിമുഖീകരിക്കുന്നത്. ഇന്നലെ വരെയുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന ഒരു കക്ഷിയെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഈ മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഈ മതേതര ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ, ഈ മതേതര ഇന്ത്യയിൽ ഹിന്ദുവും ജൈനനും പാഴ്സിയും ക്രിസ്ത്യനും എല്ലാം ഒരുപോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ, എനിക്കെൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ, എനിക്കെൻ്റെ വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ, എനിക്ക് ഈ പിറന്നു വീണ ഈ മണ്ണിൽ എനിക്ക് മനുഷ്യനായി എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യനായി നിവർന്നു നിൽക്കാനുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത്, നമ്മൾ കാഴ്ചവെക്കേണ്ടത്. തീർച്ചയായിട്ടും ഇന്ത്യയെ ലോകത്തെ സംബന്ധിച്ച് ഈ മോഡിയെപ്പോലെ ഡിക്റ്റേറ്റർമാർ, ഇതുപോലെയുള്ള ഏകാധിപതികൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട്. ജർമ്മനിയെക്കുറിച്ച് നമുക്കറിയാം. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ, ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് മോഡിയെ വിശേഷിപ്പിക്കുമ്പോൾ ആ ഇന്ത്യൻ ഹിറ്റ്ലർക്ക് പകരം ജർമ്മനിയുടെ ഹിറ്റ്ലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ. ആ അഡോൾഫ് ഹിറ്റ്ലർ അവസാനം തുരങ്കപാതയിൽ ആത്മഹത്യ ചെയ്ത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും കീഴടക്കി ഹിറ്റ്ലറുടെ പട്ടാളം മോസ്കോയിലേക്ക് പോയി. മോസ്കോയിലെ ലെനിൻഗ്രാഡ് വരെ ആ പട്ടാളമെത്തി. സഖാവ് സ്റ്റാലിൻ പറഞ്ഞു, നമുക്ക് ഈ പട്ടാളത്തെ തോൽപ്പിക്കണം, നമുക്ക് ഈ പട്ടാളത്തെ തിരിച്ചയക്കണം. അങ്ങനെ തിരിച്ചയക്കണമെങ്കിൽ കൃഷിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഗോതമ്പ് വയലുകൾ തീയിടണം. അവർ രാജ്യത്തിന് വേണ്ടി ഗോതമ്പ് വയലുകൾ, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഉൽപ്പന്നം അവർ തീയിട്ടു. എന്തിന്? ഈ ആളുകൾ, ഈ ഭടന്മാർ ഹിറ്റ്ലറുടെ ഭടന്മാർ, അവർക്ക് ഭക്ഷണം കിട്ടരുത്, അവർക്ക് ആവശ്യമായ ധാന്യം കിട്ടരുത്. അതുകൊണ്ട് നമ്മളാദ്യം ധാന്യം സൂക്ഷിച്ചു വെച്ച് വയലുകൾക്ക് തീയിടാൻ പറഞ്ഞു. വയലുകൾക്ക് തീയിട്ടു. എന്നിട്ടും സൈന്യം മുന്നോട്ട് തന്നെ. ലെനിൻ മോസ്കോ പട്ടണത്തിനടുത്തെത്തിയപ്പോൾ പറഞ്ഞു, എത്ര ആളുകൾ മരിച്ചു വീണാലും ഹിറ്റ്ലറുടെ ടാങ്കുകൾ തടയണമെന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് മനുഷ്യജീവനുകൾ വില നൽകി റഷ്യ സംരക്ഷിച്ച സ്റ്റാലിൻ്റെ ചുവന്ന ഭൂമിക്ക് ഉള്ള ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം ലോകം വായിച്ചതാണ്. വേറെ ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്ന വേറെ ഏകാധിപതി അവസാനം ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്ന ചരിത്രം നമുക്കറിയാം. ഇന്ത്യക്കകത്തും ഒരു ഏകാധിപതി ഉണ്ടായിരുന്നു. ഇന്ത്യ എന്നാൽ ഇന്നലെ എന്ന് പറയുന്ന നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ് പത്രങ്ങളുടെ വായ മൂടിക്കെട്ടി, മനുഷ്യൻ്റെ വായ മൂടിക്കെട്ടി സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ എത്തിച്ച ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിയും 77 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ രാജനാരായണനോട് തോറ്റ ചരിത്രം ഈ ഇന്ത്യക്ക് അകലെയല്ല, അടുത്തു തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മോഡി ഇന്ന് കോർപ്പറേറ്റുകളെയും ഹിന്ദുമതത്തിൻ്റെ ആളുകളെയും മതത്തെയും കോർപ്പറേറ്റുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഹിന്ദു ഫാസിസത്തിനെ ഈ രാജ്യം ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും ആ ചോദ്യം ചെയ്യാനുള്ള വേദിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. നമ്മൾ BJP പറയുന്നു 400-ലെത്തും, 400 മേലെ കിടക്കുമെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ BJPക്ക് കിട്ടിയ സീറ്റ് പരമാവധിയാണെന്ന് നമുക്കറിയാം.
പല സംസ്ഥാനത്തും 30-35% വോട്ട് മാത്രം നേടിയപ്പോൾ 65% ഭിന്നിച്ചപ്പുറത്തുണ്ടായിരുന്നു. ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ മറികടക്കാൻ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കി എല്ലാ സംസ്ഥാനത്തും മത്സരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ BJPക്ക് എത്തി നോക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു മുന്നണി ഉണ്ടാകുമ്പോൾ ആ മുന്നണിക്കകത്ത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകാതിരിക്കാൻ ആ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നവർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ ഹൈന്ദവ ഫാസിസത്തിനെതിരായിട്ട് ഉജ്ജ്വലമായ ശബ്ദമായി മുഴങ്ങണമെങ്കിൽ നമുക്ക് തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൂടിയേ കഴിയൂ. 2004 അത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചരിത്രപരമായ ദൗത്യം, ഈ മണ്ണിൽ ജീവിച്ചിരിക്കാൻ നാളെയും ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യന്റെയും എല്ലാ മലയാളിയുടെയും ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. വടകരയും അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാട്ടിൽ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ഉണ്ടാകാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയതിന് ഇടതുപക്ഷം ഹൃദയപക്ഷത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ എല്ലാ സഖാക്കൾക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.